ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും രുചിയിലുമാണ് ഈ ചിക്കൻ ഫ്രൈ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചിക്കൻ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 20 പീസ് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 സ്പൂൺ സാധാരണ മുളകും ചേർക്കാം. ഒരു 3/4 സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. 5 ഉള്ളി ഞാൻ മിക്സിയുടെ ജാറിൽ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 സ്പൂൺ പെരിഞ്ജീരകമാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തൈര് ഞാൻ ഇവിടെ 1 സ്പൂണേ കാണിക്കുന്നുള്ളൂ. 4 സ്പൂൺ തൈര് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ നാരങ്ങ നീര് ചേർക്കണം. പിന്നെ ആവശ്യം നമുക്ക് കോൺഫ്ലവറാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇല്ല എന്നുള്ളവർക്ക് കുറച്ച് മൈദയും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായി വറുത്തെടുക്കാം. എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രമേ നമുക്കത് മറിച്ച് പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കറിവേപ്പില, പച്ച കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം. കറിവേപ്പില കൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഇതിനെ മറിച്ചിടാം നമുക്ക് ഓരോന്നായിട്ട്. ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വെന്തതിന് ശേഷം നമുക്കിതിനെ വറുത്തിട്ട് കോരിയെടുക്കാം. 2 സൈഡും വെന്തിട്ടുണ്ട്. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇതിനെ ചിക്കൻ വറുത്തെടുത്തിട്ടുള്ളത്. രണ്ടാം പ്രാവശ്യവും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 2 പച്ചമുളക് അതേ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കണം. അതിനോടൊപ്പം കറി ലീവ്സും പിന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. ഒരു 4 സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് വറുത്ത് കോരിയ ചിക്കനിലോട്ടൊന്ന് ചേർക്കാം. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണല്ലോ നമ്മുടെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.